എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാങ്ങയും വെച്ചിട്ട് നല്ല ഒരു അടിപൊളി ജാം ഉണ്ടാക്കിയാലോ. ഇപ്പോൾ എല്ലാവിടെയും സുലഭമായി കിട്ടണമാണല്ലേ മാങ്ങപ്പഴം. അപ്പോൾ ഈ മാങ്ങപ്പഴം വെച്ചിട്ട് നമുക്ക് ഒരു ജാമായാലോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനോ ഹൈപ്പ് ചെയ്യാനോ ഒക്കെ മറന്നുകൊണ്ട് ചില കൂട്ടുകാർ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഈ മാങ്ങനെ നമുക്കൊന്ന് തോലെല്ലാം കളഞ്ഞ് ഇതേപോലെ ഒന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയോളം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം, എന്നിട്ട് ബാക്കി കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. 2 പ്രാവശ്യമായിട്ട് ഇട്ട് പറഞ്ഞാൽ ഈ കട്ടകളൊക്കെ ഇങ്ങനെ അതായത് ചെറിയ കഷ്ണങ്ങളായി മാങ്ങൻ്റെ കഷ്ണം ഉണ്ടാവില്ല. 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ അരച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ അതിലോട്ട് തന്നെ അതും ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി വേണ്ടത് 5 കപ്പ് വെള്ളമുണ്ട് കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2.5 കപ്പ് പഞ്ചസാര, അതായത് 2.5 കപ്പ് പഞ്ചസാരക്ക് 5 കപ്പ് വെള്ളം എന്നുള്ളതിന് അളവാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് നല്ല തിളച്ചൊക്കെ വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ചപ്പോൾ ഒരു പട്ടേൻ്റെ കഷ്ണം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു കയ്യിൽ വഴുവഴുപ്പ് ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് മാങ്ങ അരച്ച് വെച്ചതുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ, ഈ വെള്ളത്തിലേക്ക്. അപ്പോൾ വെള്ളം ഒരു വഴുവഴുപ്പാകുന്ന ആ സമയത്ത് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടും വേണ്ട, അതേപോലെ കുറയും വേണ്ട. ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നാരുള്ള മാങ്ങ എടുക്കരുത് കേട്ടോ. ഒത്തിരി നാരുള്ളതാകുമ്പോൾ അതൊരു പ്രത്യേകതയായി നിൽക്കും. അപ്പോൾ നാരില്ലാത്ത മാങ്ങ വേണം ജാമിന് എടുക്കാൻ. ഇനി നമുക്ക് ഇതേപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോരാ, ഇനിയും തിളച്ച് നന്നായി വരട്ടെ. ഇപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വറ്റി കുറുകി വരണം. ഈ പരുവം ഒന്നൊക്കെ മാറി ഇതിൻ്റെ കളറൊക്കെ ചെറുതായി ഒന്ന് മാറി വരും. ഇപ്പോൾ മഞ്ഞ കളറാണ് ഉള്ളത്. ഇതിൽ നിന്നൊക്കെ വിട്ട് കുറച്ചുകൂടി കളർ കണ്ടില്ലേ, ഏകദേശമൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അതേപോലെ തന്നെ കുറുകി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം കളറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ആയാൽ റെഡിയാവും. അങ്ങനെ നമ്മുടെ ജാം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് നിർത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറുന്ന വരെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. പാകത്തിന് മധുരവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. മാങ്ങൻ്റെ മണമൊക്കെ ആയിട്ട് അടിപൊളിയാണ്. നമ്മൾ ബ്രെഡിലൊക്കെ അങ്ങോട്ട് പുരട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ അടിപൊളിയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ സ്പൂണിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല ജാം എടുക്കുമ്പോൾ. അതേപോലെ തന്നെ ജാം ഒഴിച്ച് വെക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലും വെള്ളം നനവ് പാടില്ല. പെട്ടെന്ന് തന്നെ ചീത്തയായി പോട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര ഭംഗിയായിട്ടാണ് വന്നിരിക്കണം. അതേപോലെ തന്നെ അടിപൊളിയായി വന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ മാങ്ങ സീസണാണല്ലേ, അപ്പോൾ അതുകൊണ്ടൊക്കെ കുറേ മാങ്ങ കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അപ്പോൾ ഇങ്ങനെ കുറച്ച് സൂക്ഷിക്കാനും പറ്റുകയാണെങ്കിൽ അത് അടിപൊളിയാണല്ലോ. കണ്ടില്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ട്. ആ ബ്രെഡിലൊക്കെ അങ്ങോട്ട് പുരട്ടി അങ്ങോട്ട് കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കുക. അതേപോലെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കാണുന്ന കുറേ കൂട്ടുകാർ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ പ്രത്യേകമായിട്ട് സൂക്ഷിച്ച് വെക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണേ, വെള്ളം നനവ് ഒട്ടും പാടില്ല. അതേപോലെ സ്പൂണിൽ എടുക്കുമ്പോൾ സ്പൂണിന് നനവും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ജാം അടിപൊളിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒന്നും പറയാല്ല. ഇനി കാണും വരയ്ക്കും ടാറ്റാ.